കുട്ടികളെ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യുന്നത് ശരിയല്ല. അത് മാതാപിതാക്കളോ അധ്യാപകരോ ആരുമായിക്കൊള്ളട്ടെ. അത് കുഞ്ഞുങ്ങളെ മാനസികമായി തളർത്തുന്നു എന്ന് മാത്രമല്ല, അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുക കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു തോട്ടത്തിൽ വിവിധ തരം ചെടികളുണ്ട്. അവയ്ക്ക് ഒരേപോലെ വെളിച്ചവും വെള്ളവും വളവും ഒക്കെ ലഭിക്കുന്നുവെന്ന് വെച്ചോളൂ. എല്ലാം ഒരേ സമയത്ത് തന്നെ പൂവിടുമോ? ചിലത് വസന്തത്തിലാവാം, ചിലത് മഴക്കാലത്ത്, വേനൽ ഒക്കെ ആവാം. പക്ഷേ എല്ലാം മനോഹരവും വിവിധങ്ങളുമായ പൂക്കളാണ്. അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളും. നമ്മൾ നൽകുന്ന അറിവുകളും അധ്യാപകരും എല്ലാം ഒരേ സാഹചര്യം നൽകിയാലും എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ വരുമോ? ഒരേപോലെ എത്താൻ കഴിയില്ലല്ലോ. അതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഒരു കുട്ടിയെ മറ്റൊരു കുട്ടിയുമായി താരതമ്യം ചെയ്യുക. അവൻ്റെ മാർക്ക് നോക്ക്, അവളുടെ എത്ര നല്ല പെരുമാറ്റം, നിനക്ക് എന്തുകൊണ്ട് അതുപോലെ പറ്റുന്നില്ല, എന്തൊക്കെ, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളല്ലേ നമ്മൾ ചില രക്ഷിതാക്കൾ ചോദിക്കുന്നത്. പക്ഷേ മറ്റു ചില രക്ഷിതാക്കൾ ഇതിൽ നിന്ന് മാറി ചിന്തിക്കാറുണ്ട്. ഇത്തരം ചോദ്യങ്ങൾ കുട്ടികളിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ആരും ചിന്തിക്കില്ല. ആ കുഞ്ഞിലുണ്ടാകുന്നത് ഭയം, അപകർഷത, അവിശ്വാസം ഒക്കെയാണ്. ഓരോ കുട്ടിയും ഒരേ വേഗത്തിലല്ല വളരുന്നത്. ഓരോ കുട്ടിയുടെയും കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള കഴിവ് വ്യത്യസ്തമാണ്. ചിലർ സംഗീതത്തിൽ, ചിലർ കായിക വിനോദത്തിൽ ഒക്കെയാവാം മികവ് പുലർത്തുക. നമ്മൾ ഓരോ കുട്ടിയിലെയും കഴിവുകൾ കണ്ടുപിടിച്ച് അത് പുറത്തേക്കെടുത്ത് നമ്മൾ ആ കഴിവുകളെ വികസിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമാണ് ശ്രമിക്കേണ്ടത്. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ നീ ഇപ്രാവശ്യം ഏറെ മെച്ചപ്പെട്ടു, നിനക്കുറപ്പായി സാധിക്കും, നിന്നെ എനിക്ക് വിശ്വാസമാണ് എന്നിങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കൂ. നമ്മുടെ കുഞ്ഞുങ്ങൾ മികവുള്ള കുട്ടികളായി വളരും. നമ്മൾ മാതാപിതാക്കൾ അല്ലെങ്കിൽ മുതിർന്നവർ ഇങ്ങനെയാണ് കുഞ്ഞുങ്ങളോട് ചെയ്യുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല വിശ്വാസത്തോടെ വളർത്താൻ നമുക്ക് ശ്രമിക്കാം. നമ്മളാണ് ശ്രമിക്കേണ്ടത്. നമസ്കാരം.